നമ്മുടെ പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇത് നമ്മളൊരു ഇനാഗുറേഷന് പോവാണ്. നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. മഴ നമ്മളെ ചതിച്ചു ഗൈസ്. 10:30 പ്രോഗ്രാം. പക്ഷേ ഇപ്പോൾ 10:45 നമ്മൾ മഴ തോരും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പിന്നെ നമ്മൾ ലാസ്റ്റ് അങ്ങ് ഇറങ്ങി. എന്തായാലും നമുക്ക് പോകണ്ടുള്ളതല്ലേ, മഴയാണെങ്കിലും മഴയത്ത് നമുക്ക് നനഞ്ഞു പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഒറ്റ മൈൻ അല്ലേ ചേച്ചി? ഒറ്റ മൈൻ. അതെ, ഉമ്മച്ചിയുടെ ആ ഒരു ഒറ്റ മൈൻഡ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ ഇന്ന് കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെരുന്നാൾ ഡ്രസ്സ് എടുക്കണ്ടേ? യെസ്, ഇന്നപ്പം പെരുന്നാൾ ഡ്രസ്സ് എടുക്കുന്നത് അത് നമുക്ക് വേറൊരു വ്ളോഗായിട്ടിട്ടായിരുന്നു. ഏതായാലും നമ്മൾ നോക്കട്ടെ. ഇപ്പം എന്തായാലും നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചേരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മഴ ചതിക്കുകയില്ല എന്നാണ് ഇന്നത്തെ ഇവിടുത്തെ ട്വിസ്റ്റ്. യെസ്, മഴ ചതിച്ചു. ഓൾറെഡി മഴ ചതിച്ചു. ഇനിയും ചതിക്കുക എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഏകദേശം അവിടെ പോയിട്ട് വ്ളോഗ് എടുക്കാനുള്ളത്. പക്ഷേ ഇൻട്രോ ഇപ്പോഴേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗുമ്മുണ്ടാവുള്ളൂ വീഡിയോ. എന്തായാലും ഇനി മഴ ചതിക്കുകയില്ലേ എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, ലെറ്റ്സ് സീ. പട്ടി കാലില്ലാത്ത പട്ടി. യോ മിച്ചി എന്താ മിച്ചി? 5 കിലോമീറ്റർ കൂടെ ബാക്കിയുണ്ട്. 5 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ നമ്മളവിടെ എത്തും. പക്ഷേ ഇവിടെ അടുത്തെത്താനായപ്പോഴത്തേക്കും മഴ പെയ്തു. കുഴപ്പമില്ല, മഴ പെയ്തിട്ടാണെങ്കിൽ നമ്മളവിടെ എത്തിയിരിക്കും. ഇത് നമ്മൾ അരുൺ ചേട്ടന് കൊടുത്ത വാക്കാണ്. ഇത് അരുൺ ചേട്ടാ. 3 hours later. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ മെയിനായിട്ടുള്ള നമ്മളെ 2 ചേട്ടന്മാരെ അങ്ങോട്ട് വിളിക്കുകയാണ്. അവർ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. ഓക്കെ, പറഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ അരുൺ ചേട്ടൻ, ഇത് നമ്മളെ അഭിരാം ചേട്ടൻ. അപ്പം അരുൺ ചേട്ടന് എനിക്ക് മുന്നേ പരിചയമുണ്ട്. ഞങ്ങൾ ട്രിപ്പ് പോയിട്ട് പരിചയമുണ്ട്. ചേട്ടൻ എപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഇവർ 2 പേരാണ് ഇതിന്റെ ഓണേഴ്സ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇതിലേക്ക് എത്തിയത്? ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും വീടിന്റെ അടുത്ത് തന്നെയുള്ളവരാണ്. അപ്പോൾ എന്റെ ഒരു 10ാം ക്ലാസ് +2 ആ സമയത്തെല്ലാം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഒരു കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടിരുന്നത്. മാത്രമല്ല കോളേജ് ആയപ്പോഴത്തേക്ക്, കോളേജ് തേടിയത് അവസാനം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് കമ്പാനിയൻസ് എന്നുള്ള രീതിയിലേക്ക് ഒരു പേരും ടൂർ പാക്കേജ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ ആദ്യത്തെ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് എന്റെ ഒരു തേടിയ അവസാനം ഒരു പോളിടെക്നിക്കായിരുന്നു ഞാൻ പഠിക്കുന്നത്. അതിന്റെ അവസാനത്തെ ട്രിപ്പ് ഞങ്ങൾ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് സക്സസ് ആയിട്ട് ചെയ്തു. നല്ലൊരു വിജയമായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഇതിനോട് ഞങ്ങളൊരു വരുമാനം എന്നുള്ള രീതിയിലല്ല, അതൊരു പാഷനായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഞാനെല്ലാം ബൈക്കിൽ ഒരുപാട് യാത്രകൾ നടത്തിയാണ്. അതിന്റെ ഭാഗമായിട്ട് എല്ലാം ഒരു പാഷൻ എന്നുള്ള രീതിയിലേക്ക് 2ാമത്തെ വർഷം കുറച്ചുകൂടി പരിശ്രമിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു. അതിന് ഒരുപാട് ട്രിപ്പുകൾ കിട്ടുകയുണ്ടായി. അതിനെല്ലാം നല്ല അഭിപ്രായങ്ങളുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് തന്നെ അടുത്ത സീസണിൽ ഞങ്ങള് ഏകദേശം ഇപ്പോ ഒരു സീസണിൽ 100 ട്രിപ്പുകൾ പുറത്ത് ഞങ്ങൾ ഓടിയിട്ടുണ്ട്. അന്നേരം അതെല്ലാം നമ്മുടെ അത്യാവശ്യം അഭിപ്രായവും കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ട് നിങ്ങളെ കസ്റ്റമേഴ്സ് ആയാലും ട്രിപ്പിന് കൊണ്ടുപോയെന്നായാലും നിങ്ങൾക്ക് അറിയാല്ലേ, നിങ്ങളുടെ ട്രിപ്പിന് വന്നിട്ടുള്ളതാണ്. അന്നേരം അത്രയും കാര്യമായിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരെയും കെയർ ചെയ്യുന്നതായാലും ഫുഡായാലും അക്കോമഡേഷൻ ആയാലും ഹോട്ടൽസ് ആയാലും എല്ലാം വളരെ നല്ല രീതിയിൽ കൊടുക്കാനും നല്ല സഹകരണം ഉണ്ടാക്കാനും സാധിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഓഫീസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇത്രയും നേടിയെടുക്കാൻ പറ്റിയതും. ഇനിയും നമ്മള് അടുത്തടുത്ത സീസണുകളിൽ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. നല്ല ട്രിപ്പുകൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ തന്നെ ആശംസിക്കുകയാണ്. അപ്പൊ ചോദിക്കാണ് അവരുടെ സ്റ്റോറി. എനിക്ക് നല്ലപോലെ അറിയാം. അച്ഛേട്ടനായിട്ടാണ് നമ്മള് കഴിഞ്ഞ ട്രിപ്പ് പോയത്. അപ്പൊ അടിപൊളിയായിരുന്നു, എല്ലാം സെറ്റ് ആയിരുന്നു. അപ്പം കൂടുതൽ വിവരങ്ങൾ ഞാൻ അല്ലാണ്ട് ഷോർട്സിലും വ്ലോഗിലും ഒക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കിന്ന് വേറൊരു ഗസ്റ്റ് കൊണ്ടാണ്. ചേട്ടാ ചേട്ടനെ വിളിക്കുന്നത് ഞാനോ? വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ടൈമിൽ നമുക്ക് ഡ്രസ് വേണമെന്ന് പറഞ്ഞ ആ സമയത്ത് നമുക്ക് സമയത്ത് സ്റ്റാർട്ടിംഗ് ടൈമിൽ നമുക്ക് എന്തായാലും ഹെൽപ്പ്. അപ്പം നമുക്ക് ഏറ്റവും കുറച്ച് റേറ്റിൽ നമുക്ക് വണ്ടി തന്നു. ആ സമയത്ത് നമുക്ക് ഭയങ്കര കോമ്പറ്റീഷനാണ്, ഫീൽഡിൽ വെച്ച കോമ്പറ്റീഷനാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് വേറെ ടീം ഉണ്ടായിരുന്നു. നമുക്ക് ആ സമയത്ത് വണ്ടി വന്നു പറഞ്ഞാൽ വണ്ടി തന്നു. അതിനുശേഷം 2 തൊട്ട് 1 വരെ
നല്ലൊരു പാക്കേജ് ആയിട്ട് ഇവർ മുന്നോട്ട് വന്നത്. കമ്പാനി നല്ലൊരു പാക്കേജ് ടീമാണ്. രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മുന്നോട്ട് വന്ന ടീമാണ്. നമുക്ക് നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സഹകരണവും നമുക്ക് ഓട്ടങ്ങളൊക്കെ ഇവർ തരും. എന്തായാലും ഇവർക്ക് ഓൾ ദ ബെസ്റ്റ് ഞാൻ നേരുന്നു. നന്നായിരട്ടെ. പുതിയൊരു പ്രസ്ഥാനമൊക്കെ ആയിട്ട് ഒരു ഷോപ്പൊക്കെ ആയിട്ട് നല്ല ഓഫീസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകട്ടെ. ഓക്കെ ഓക്കെ ഞാൻ ശരി. ഇതൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം അപ്പൊ സംബന്ധിച്ച് മാറി നിൽക്കായിരുന്നു. അപ്പൊ ഇവർക്ക് ഇവരോട് എന്താ പറയാനുള്ളത്? ഇനിയുള്ള ട്രിപ്പുകൾ ഞങ്ങൾ ഇവർക്കേ കൊടുക്കത്തുള്ളൂ. കോളേജിലൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് നമുക്ക് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു നിർത്താം. അപ്പൊ ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. നല്ലപോലെ മുന്നോട്ട് പോട്ടെ. അല്ല, ഞാൻ അതിനുശേഷം ഇവിടെ ഇല്ലേ ചെറിയ ട്രിപ്പൊക്കെ നമ്മൾ പിടിച്ച് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട് പോയ പിള്ളേരൊക്കെ. പിന്നെ ഒന്നും വേണ്ടല്ലോ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതിയല്ലോ. എൻ്റെ അതറിയാം അല്ലേ? ഞാൻ ഇന്നലെയാണ് കണ്ടത്. എനിക്ക് ഐ ഡി ഇട്ടെന്ന് ഇന്നലെയാണ്. അപ്പൊ ഈ വ്ളോഗ് ഇടുമ്പോഴത്തേക്ക് നമ്മളൊരു റീലോ ഷോർട്ടോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ട്രെൻഡ്സ് കയറാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് മഴ ആയതുകൊണ്ട് നേരെ വീട്ടിൽ വന്നിട്ട് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ്. സുമിച്ച് പറ്റ സ്കൂളുണ്ടോ? ഇതല്ല, അത് ഹൈസ്കൂളാണ്. ഇവിടെ എന്താ 1 to 4th വരെ പഠിച്ചോ? ഇതോ? അത് ഹയർ സെക്കൻഡറി ആണല്ലോ. പഴയ ഓർമ്മകളൊക്കെ അയവിറക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ. ഭയങ്കര ഒരു ഓർമ്മയുണ്ട്. ഇവിടെ എക്സാം എഴുതാൻ വന്നപ്പോ വന്നിട്ട് ഞാൻ ആ റെയിൽവേ കട്ടിങ്ങിൽ കൂടെ ക്രോസ് ചെയ്ത് ഇപ്പുറത്തിറങ്ങി. അപ്പൊ അവിടെ ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു. ആ കിണറിന്റെ സൈഡിൽ ഒരാൾ ഒളിച്ചിരുന്നിട്ട് ചാടി വന്ന് എന്നെ പിടിച്ചു. ഞാൻ എക്സാം എഴുതിയിട്ട് തിരിച്ചു വരുമ്പോഴാ, അല്ല എക്സാം എഴുതാൻ പോകുമ്പോ, എന്നിട്ട് ഞാൻ തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് ഓടി. ട്രെയിനൊക്കെ വന്ന് ട്രെയിനൊക്കെ വരുന്ന മൈൻഡ് ചെയ്തിട്ട് ചാടി ഓടി വീട്ടിൽ ചെന്ന് അയാൾ എന്റെ പിറക്കെ ഓടി. ഞാൻ ആ പാറയിൽ വീഴാൻ പോയപ്പോ അയാൾ എന്നെ പിടിച്ച് എന്റെ മുതുകൊക്കെ കീറി ഓടി വീട്ടിലെത്തി. ചെന്നപ്പോ എനിക്ക് ശ്വാസമില്ല. ഉമ്മച്ചീമ്മ വിളിച്ച് എന്താന്ന് ആ മുതുകത്തൊക്കെ അടിച്ച് ഉമ്മിച്ച് തന്നെ അടിച്ച് ശ്വാസം വരുത്തിച്ചു. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പം. എന്നിട്ട് ഉമ്മച്ചീമ്മ പറഞ്ഞ് കൊണ്ടുപോയി എന്നെ. ഇപ്പം എക്സാം എഴുതണ്ടേ, എക്സാം എഴുതാൻ കൊണ്ടുപോയി. എക്സാം എഴുതാൻ ഹോളിൽ കൊണ്ടുപോയിട്ട് നമ്മളെ മനേഷപ്പൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടി പിന്നെ എവിടെ നിന്നാ അവനെ പിടിച്ച് ഞാൻ അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. റോസ് ഉടുപ്പാണ് ഇട്ടിരിക്കുന്ന, പോക്കറ്റിൽ ഒരു 5-ന്റെ നോട്ടിരിപ്പുണ്ട്, അതൊക്കെ പറഞ്ഞു കൊടുത്ത്. അങ്ങനെ എവിടെ നിന്നോ പിടിച്ച് കൊണ്ടുവന്നവനെ. ഞാൻ എക്സാം എഴുതിയിട്ട് വന്നപ്പോൾ ഉണ്ട് 2 കൂട്ടം ആളുകളുടെ ഇടയിൽ ഒരു കൂടെ ഇവ ഏക്കുന്നില്ല. ഇല്ല എന്നാ പറയുന്നത്. അങ്ങനെ ഇവനെ ഞാൻ കാണിച്ചു കൊടുത്ത് ഇന്ന ആളാന്ന്. അങ്ങനെ കൊണ്ടുചെന്ന് പോലീസ് സ്റ്റേഷനിൽ, ഇവിടുത്തെ കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്ത് അവനവിടെ പിടിച്ച് കൊടുത്ത് ജയിലിൽ ഇട്ടിരുന്നു. അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മോളെ. ഇവിടെ ഈ സ്ഥലം നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇനി വീട്ടിൽ വന്ന് ഫ്രഷ് ആയി. മഴയായിരുന്നു കേസ് കൊണ്ടുവന്നപ്പോൾ. അപ്പം മഴയത്ത് കുളിച്ചു. അതോ മമ്മ പോലെ എപ്പോഴും അന്ത് വരുന്ന വഴിക്ക് ഇറങ്ങിയിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൽ പോവാണ് ഗൈസ്. അടുത്ത മഴ വരുന്നതിന് മുമ്പ് നമ്മൾ വീട്ടിലെത്താൻ മാക്സിമം ശ്രമിക്കും. ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല മഴയായിരുന്നു. ശരിയല്ലേ? തൂരാൻ മറന്നു. നമ്മുടെ ഫ്രണ്ട്സിലാണ് ഗൈസ്. 3 hours later. ഹേ ഗൈസ്, നമ്മൾ എനിക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ഷീനകത്തൊക്കെ ഡ്രസ്സ് എടുക്കണം. ഗൈസ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്.
രസമുണ്ട്. ഇത്താക്ക് ഇത് നോക്കുന്നുണ്ട് അല്ലേ? എന്തോ വിഴുങ്ങുന്നു, പകുതിയൊക്കെ വിഴുങ്ങുന്നു. എനിക്ക് ഷർട്ട് ഇഷ്ടപ്പെട്ടു. ചുറ്റില് പാൻറ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നോട് ക്രീം കളർ ഷോളും ചുറ്റി കെട്ടിയാൽ മതി. ആസി കയറിക്കട്ടെ, രസമായിരിക്കും. ഗൈസ് ഇത് ഫിക്സ് ആണ് കേട്ടോ. ഇത് ആസിക്ക് അല്ലേ? ആസിക്ക് ശ്രീനാഥ് ഇതുവരെ കറക്റ്റ് ആയില്ല ഗൈസ്. നോക്കിക്കൊണ്ടിരിക്കുകയാണ് മമ്മി. ഇത് പറ്റൂലേ? പക്ഷെ അത് കണ്ണാടിയാ. മറ്റേതല്ലേ സിത്താക്ക് അഗ്രിമെന്റ് അതെടുക്കാണ് വിചാരിച്ചിരിക്കുന്നത്. വൈറ്റ് എടുത്തേ, ആ വൈറ്റ്, ഈ വൈറ്റ് എൻ്റെ അവിടെ വേറെ ഇതല്ലേ? ഓക്കെ വാ നോക്കാം. ഞാൻ എടുത്തന്നെ നോക്ക ക്രീം കളർ. അതെ സിമോക്ക് ഇതെടുത്തു. ഈ റെഡ് ഇഷ്ടപ്പെട്ടില്ലേ അമ്മച്ചിക്ക്? എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പർച്ചേസിങ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്, ഷോപ്പിംഗ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. എന്തായാലും നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. ഫുഡ് കഴിക്കാൻ എങ്ങനെയെങ്കിലും ഉമ്മച്ചി കയറ്റണം, അതാണ് ഇനി എൻ്റെ ടാസ്ക്. ഇല്ല ഗൈസ്, മാക്സിമം ഞാൻ നോക്കി എൻ്റെ പ്ലാൻ വർക്കൗട്ട് ആക്കാൻ. ഫുഡ് കഴിക്കാൻ കൊണ്ട് കയറില്ല ഗൈസ് തന്നെ. വിഷമമുണ്ട്, മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ വിഷയത്തിൽ ഉമ്മച്ചി കയറി പിടിച്ചു. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നാലും പറഞ്ഞു നോക്കാന്ന് വിചാരിച്ചിട്ട് ഒരു കച്ചിത്തുരുമ്പ് എവിടെയെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും ഞാൻ നോക്കിയപ്പോൾ മഴ വരുന്നുണ്ട്. അപ്പം പിന്നെ ഇവിടെ നിന്ന് വിട്ടേക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ വണ്ടിയിലേക്ക് കയറി. പിന്നെ ബാക്കി വണ്ടിയിലിരുന്നാവാലോ. അതിനിടയിൽ ഞാൻ കാർഡ് കൊണ്ട് കളഞ്ഞു ഗൈസ്. കാർഡ് എവിടെയോ കൊണ്ട് കളഞ്ഞു. ഫുഡിൻ്റെ കാര്യം സംസാരിച്ചോട്ട് ഇറങ്ങിയോണ്ട് ഞാൻ അതൊന്നും നോക്കാൻ പോയില്ല. പോകാനായപ്പോൾ കാർഡ് തപ്പിയപ്പോഴാണ് കാർഡ് കാണുന്നില്ല. പിന്നെ ഞാൻ വന്ന വഴി തിരിച്ചു പോയി. എന്നിട്ട് ഞാൻ പോയി തപ്പി എടുത്തിട്ട് വന്ന കേസ് കളഞ്ഞില്ല ഞാൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വണ്ടി കയറി ഇരുന്നിട്ട് വേണമല്ലോ ബാക്കി പ്ലാൻ. അങ്ങനെ ചെറുതായിട്ടൊന്ന് വർക്കൗട്ടായി. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ്. കണ്ടോ, എങ്ങനെയെങ്കിലും വീട്ടിൽ പോയിരുന്നത് കഴിച്ചോളാൻ വയ്യാത്ത തിടുക്കത്തിലാണ് കേസ് ഞാൻ. ഡ്രസ്സിന്റെ ക്ലിപ്സും കാര്യങ്ങളും ഏത് ഡ്രസ്സാണ് എടുത്തതെന്നൊന്നും കാണിക്കാത്തത് ഇത്തായും കൂടെ ഉള്ളപ്പോൾ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഫസ്റ്റ് ഞാൻ പോയി ഇത്താക്ക് എടുത്ത ഡ്രസ്സ് ഇത്താക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഇത്താടെ അപ്രൂവൽ മേടിക്കട്ടെ. അതിലും കോമഡി എന്താണെന്നറിയാം ഗീസ്, നമ്മൾ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഇത്ത അവിടെയും വ്ലോഗ് എടുക്കാണ്. അപ്പോൾ 2 വ്ലോഗേഴ്സും കൂടെ തമ്മിൽ കൂട്ടിമുട്ടിട്ടാ ഇങ്ങനെ കാണിച്ചു. അങ്ങനെ ഇത്താടിലെ ഡ്രസ്സ് കൊടുത്തു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡല്ലേ എല്ലാം. ബാക്കി ഇതിനിടയിൽ നടന്ന കുറേ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇത്ത ഇടുന്ന വ്ലോഗിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം കഴിച്ചിട്ട് കാണാം. ഓക്കെ അതോ സീമോൾ കൊണ്ടുപോയി നമ്മുടെ ഷായനാമ്മ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ നമ്മളൊരു റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് റീലൊക്കെ എടുത്തു. അതൊക്കെ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഔട്ട്ഡോർ എടുക്കാൻ നമുക്ക് എന്നത്തെയും പോലെ മറന്നുപോയി. അല്ലെങ്കിൽ ഔട്ട്ഡോർ ഇല്ലാത്ത വീഡിയോസ് ആണല്ലോ നമ്മുടെ ഹൈലൈറ്റ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടം വരെ ഉള്ളൂ ഗൈസ്. അപ്പം മറക്കണ്ട, നമ്മുടെ കമ്പാനിയൻ ടൂർ പാക്കേജസ് എന്തെങ്കിലും ടൂറോ ട്രിപ്പോ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ചേട്ടന്മാരെ മറക്കരുത് കേട്ടോ. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നതായിരിക്കും. ദെൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മളെ ഈദ് വ്ളോഗിൽ കാണിക്കുന്നതായിരിക്കും. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.